നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലുണ്ടായ സംഘർഷം ഷാഫി പറമ്പിൽ എംപിക്ക് അടക്കമുള്ളവർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഇപ്പോൾ ഇതാ പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നു. ഷാഫി പറമ്പിൽ എംപിക്കും അതുപോലെ തന്നെ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിനുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. മാത്രമല്ല മറ്റ് 6 UDF നേതാക്കൾക്ക് എതിരെയും കണ്ടാൽ അറിയാവുന്ന 600ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുകയാണ്. മാരകായുധവുമായി പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയർത്തിയാണ് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി ടി സിദ്ദിഖ് MLA രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിക്ക് പോലും പോലീസ് നരനായാട്ടിന് മുന്നിൽ രക്ഷയില്ല എന്ന് ടി സിദ്ദിഖ് പ്രതികരിച്ചു. പോലീസിനെ എല്ലാ കാലത്തും നിയന്ത്രിക്കുന്നത് പിണറായി ആയിരിക്കില്ലെന്ന് ഓർമ്മ വേണമെന്നും ടി സിദ്ദിഖ് MLA മുന്നറിയിപ്പ് നൽകി. പോലീസ് ഷാഫിയെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. പോലീസിനെ എല്ലാ കാലത്തും നിയന്ത്രിക്കുന്നത് പിണറായി ആയിരിക്കില്ല എന്ന് പോലീസിനെയും അവരെ പറഞ്ഞുവിട്ടവരെയും മറക്കില്ല എന്ന് പറഞ്ഞാൽ മറക്കില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നുവെന്നും ടി സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിച്ചു. അതേസമയം ഷാഫിക്ക് പരിക്കേറ്റത് ലാത്തി ചാർജിലല്ലെന്നാണ് കോഴിക്കോട് റൂറൽ SP പറയുന്നത്. പ്രതിഷേധ പ്രകടനത്തിന് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല, ഉണ്ടെങ്കിൽ വീഡിയോ കാണിക്കട്ടെ എന്നായിരുന്നു SPയുടെ മറുപടി. സംഘർഷത്തിൽ DYSP അടക്കമുള്ള പോലീസുകാർക്കും പരിക്കേൽക്കുകയുണ്ടായി. പേരാമ്പ്ര CKGM കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അതിന്റെ തുടർച്ചയായിട്ടാണ് UDFും DYFI നടത്തിയ പ്രകടനങ്ങൾ. ആ പ്രകടനങ്ങൾക്കിടെ പേരാമ്പ്ര ടൗണിൽ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. പോലീസ് നടത്തിയ കണ്ണീർ വാതക പ്രയോഗത്തിലും ലാത്തി ചാർജിലും ഷാഫി പറമ്പിൽ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പരിക്കേൽക്കുകയായിരുന്നു. ഷാഫിയെ മർദ്ദിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ രാത്രി വൈകിയും സംസ്ഥാന വ്യാപകമായിട്ട് പ്രതിഷേധം നടത്തുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ MPയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരിക്കുക. അതിനിടയിലാണ് കേസ് എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. തങ്ങൾ ആക്രമിച്ചിട്ടില്ല, ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. പക്ഷെ പോലീസ് നരനായാട്ട് നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ വരും മണിക്കൂറുകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പേരാമ്പ്രയിലാണ് CPM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായതും അതിനിടെയുണ്ടായ ലാത്തി ചാർജിൽ ഷാഫി പറമ്പിൽ MPക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. മാത്രമല്ല DYSP അടക്കമുള്ള പോലീസുകാർക്കും പരിക്കുണ്ട്. കണ്ണീർ വാതക പ്രയോഗം ഉണ്ടായി, മാത്രമല്ല ലാത്തി ചാർജ് ഉണ്ടായി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. മുഖത്താണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഷാഫി പറമ്പിലിനെ പ്രവേശിപ്പിച്ചത്. കോളേജ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷമാണ് ഇത്തരത്തിലേക്കൊരു ലാത്തി ചാർജ് സംഘർഷം എന്ന തരത്തിലേക്ക് പരിക്കേൽക്കുക എന്ന തരത്തിലേക്ക് നയിക്കപ്പെട്ടത്. പേരാമ്പ്ര CKG കോളേജിൽ ചെയർമാൻ സ്ഥാനം വിജയിച്ചതിനുള്ള UDFന്റെ വിജയാഹ്ലാദ പ്രകടനം പോലീസ് തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് പേരാമ്പ്ര ടൗണിൽ കഴിഞ്ഞ ദിവസം സംഘർഷമുണ്ടായി. ഇതിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പേരാമ്പ്രയിൽ UDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി UDF പ്രകടനം നടത്താനും തീരുമാനിച്ചതാണ്. ഹർത്താലിനിടെ പേരാമ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദിന് മർദ്ദനമേറ്റതായി ആരോപിച്ച് CPMും പ്രകടനം നടത്താൻ തീരുമാനിച്ചിരുന്നു. ഒരേ സമയം 2 പ്രകടനങ്ങൾ നേർക്കുനേർ വന്നതോടെയാണ് പോലീസ് ലാത്തി വീശുകയും കണ്ണീർ വാതം പ്രയോഗിക്കുകയും ചെയ്തത്. ഇതിനിടെ പോലീസിന് നേരെ കല്ലേറുമുണ്ടായി. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിലാണ് പോലീസ് മർദ്ദനമുണ്ടായത്. എന്തായാലും ഷാഫി പറമ്പിലിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരിക്കുകയാണ്. ശസ്ത്രക്രിയ പൂർത്തിയായി. മൂക്കിലാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഷാഫിയുടെ മൂക്കിന്റെ എല്ലിന് 2 പൊട്ടലാണ് ഏറ്റത്. പോലീസ് മർദ്ദനത്തിൽ 10ഓളം UDF പ്രവർത്തകർക്ക് പരിക്കേറ്റു. എന്തായാലും ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വൈകി വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. ഇന്നും കോൺഗ്രസിന്റെ പലയിടങ്ങളിൽ, പല ജില്ലകളിൽ, പലയിടത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ, NSU മുൻ ദേശീയ ജനറൽ സെക്രട്ടറി KM അഭിജിത്ത്, KPCC അംഗം സത്യൻ കടിയങ്ങാട് തുടങ്ങിയവർ പരിക്കേറ്റവരിൽപ്പെടും. കയ്യിലിരുന്ന കണ്ണീർ വാതക ഗ്രനേഡ് പൊട്ടി വടകര DYSP C ഹരിപ്രസാദിന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് രാത്രിയിൽ നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. ലാത്തി ചാർജിൽ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ഒറ്റപ്പെട്ടുപോയ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് മർദ്ദിച്ചു. 30 വർഷത്തിന് ശേഷം CKG കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് KSU വിജയിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് വ്യാഴാഴ്ച പേരാമ്പ്രയിൽ SFI KSU സംഘർഷം തുടങ്ങിയത്. തുടർന്ന് UDF ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹർത്താലിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദിന് പരിക്കേറ്റു. വൈകുന്നേരം നടത്തിയ പ്രകടനമാണ് അക്ഷരാർത്ഥത്തിൽ ഒരു സംഘർഷത്തിലേക്കും ഇത്തരത്തിലുള്ള ഒരു ലാത്തി ചാർജ് പിന്നീട് പരിക്കേൽക്കുക എന്ന തലത്തിലേക്കും നയിച്ചത്. 7 തവണ കണ്ണീർ വാതകം പ്രയോഗിച്ചു. രാത്രി കോഴിക്കോട്ടും കുറ്റ്യാടിയിലും നാദാപുരത്തുമടക്കം ജില്ലയുടെ വിവിധ ഇടങ്ങളിലാണ് UDF പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഷാഫിയെ ആക്രമിച്ചത് CPM ക്രിമിനലുകളും CPMന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്ന പോലീസും ചേർന്നാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിക്കുകയുണ്ടായി.
എന്തായാലും ഇന്നും പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ്. വൈകിട്ട് 3 മണിക്ക് പേരാമ്പ്രയിൽ UDF പ്രതിഷേധ സംഗമം. KC വേണുഗോപാൽ MP പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ രാത്രി വൈകിയും പല സ്ഥലത്തും പ്രതിഷേധം അരങ്ങേറിയിരുന്നു. പലയിടത്തും ഏറെ പണിപെട്ടാണ് പോലീസ് പ്രതിഷേധക്കാരെ നീക്കിയത്. വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം ഉണ്ടാകുകയുണ്ടായി. പലയിടത്തും ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഏറെ നേരത്തിനു ശേഷമാണ് പിന്തിരിഞ്ഞത്. തലസ്ഥാനത്ത് ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങിയിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി, ലാത്തിചാർജ് ഉണ്ടായി. കൊല്ലത്തും രാത്രി ഏറെ വൈകി പ്രവർത്തകർ പ്രകടനങ്ങളും ഉപരോധങ്ങളും നടത്തി. ചവറയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനും റോഡ് ഉപരോധിച്ചു. കരുനാഗപ്പള്ളിയിൽ ഹൈവേ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. ആലപ്പുഴയിൽ രാത്രി 10ഓളം പ്രവർത്തകർ പ്രതിഷേധവുമായി ദേശീയപാതയിലേക്ക് എത്തി. കളർക്കോട് ജംഗ്ഷനിൽ ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞത് വാക്കേറ്റത്തിലേക്ക് നയിച്ചു. ആലപ്പുഴ ഹൈവേ പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിപ്പിച്ചു. സമരം 1 മണിക്കൂറോളം നീണ്ടു. പ്രവർത്തകരെ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി. എറണാകുളത്ത് കളമശ്ശേരി HMT ജംഗ്ഷനിലും ആലുവയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നയിച്ചു. എറണാകുളം നഗരത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പെരുമ്പാവൂരിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. തൊടുപുഴയിലും പ്രതിഷേധവുമായി പ്രവർത്തകർ തെരുവിലിറങ്ങി. തൃശൂരിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പാലക്കാട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്. വയനാട്ടിലെ മാനന്തവാടിയിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പേരാമ്പ്രയിൽ UDF CPM പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ പോലീസ് ലാത്തിചാർജ് നടത്തി. അങ്ങനെ ആകെ മൊത്തം പ്രതിഷേധമയമായി മാറുകയാണ്. ഇന്നും സംസ്ഥാനത്ത് പലയിടങ്ങളിലും പ്രതിഷേധമുണ്ടാകും. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്ന സാഹചര്യമുണ്ടായി ഷാഫി പറമ്പിൽ MPയെ. പക്ഷേ ലാത്തിചാർജ് നടത്തിയിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. എന്താണ് സംഭവിച്ചത് വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.